കഷ്ടിച്ച് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കലെങ്കിൽ വന്ന് നിൽക്കും. മുന്നണികൾ വലിയ അവകാശവാദങ്ങൾ പറയുന്നു. പിണറായി വിജയൻ വീണ്ടും 3.0 ഉണ്ടാകും എന്ന് LDF അവകാശപ്പെടുന്നു. UDF ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വലിയൊരു മുന്നേറ്റം ഉണ്ടാകും, വലിയൊരു അട്ടിമറി തന്നെ നടത്തും എന്നൊക്കെ പറയുന്നു. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ കഷ്ടിച്ച് 70-72 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ആ ഒരു അവസ്ഥയിലേക്കാണോ, അതോ വലിയൊരു മുന്നേറ്റം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അതോ നേരെ വിപരീതമായിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ലെങ്കിൽ പോലും ഒരു 70-80 സീറ്റ് നേടി അവർ അധികാരത്തിൽ വരും? എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? VD സതീശന്റെ സ്വപ്നം എന്ന് പറയുന്നത് അതിര് കടന്ന രീതിയിൽ തന്നെ ലിമിറ്റ് വെക്കണ്ടല്ലോ, ടാക്സ് കൊടുക്കണ്ട, ചെലവില്ല, 100ന് മുകളിലാണ് VD സതീശൻ കാണുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസം വരെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് പലരും പലതും ഒക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും 100ന് മുകളിലോട്ടൊന്നും തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയതുപോലെ തന്നെ ഒരു തരത്തിൽ കഷ്ടി അങ്ങോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം BJP ഇവിടെ നിർണായകമായ ഒരു റോളിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊരു ഭയവുമുണ്ട്. ഇനി UDF അധികാരത്തിൽ വരുന്നു എന്നുണ്ടെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമെന്ന് ഇന്നോ ഇന്നലെയോ തീർച്ചപ്പെടുത്തിയൊന്നുമല്ല. എല്ലാവർക്കും അറിയാവുന്നല്ലേ, 2026 ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പാണ്. ഇത് ഇവരെന്തുമായിരുന്നു ഇത്രയും കാലം കിടന്ന് കലഹമല്ലായിരുന്നു. അത് ഈ ആലിങ്ക പഴിക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം, അല്ലേ? ഇവർക്ക് വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളതുപോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ്. അതിവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇതുവരെ താഴോട്ട് കൊണ്ടുപോകും. കണ്ടില്ലേ, ഏറ്റുമാനൂർ പോയി മത്സരിച്ചോളാൻ പറഞ്ഞു, പോസ്റ്റർ അടിച്ചു. ആര്? വാഴയ്ക്ക് രൂപ എത്ര ലക്ഷം പോയെന്നറിയാമോ? ഇതൊക്കെ ഒരുതരം ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നടത്തുന്ന ഒരുതരം സ്വഭാവമാണെന്നില്ല. കൂട്ടത്തില് നമ്മുടെ കൊച്ചിയിലെ സ്ഥാനാർത്ഥി സർവം ദീപ്തം, ഇത് ചോദിച്ചാൽ പറയും ഇത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറച്ച് ഈ പെട്ടിയെടുപ്പുകാരന്മാരുടെ ഒരു പാർട്ടിയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവന്മാരും കുറെ ഉണ്ണാക്കന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഒരു കേഡർ സ്വഭാവം എന്ന് പറയുന്നത് ഇല്ല. ആ സെമി കേഡറാക്കാൻ വന്ന ആളാണ് സുധാകരനെ ഓടിച്ചു വിട്ടു. പറഞ്ഞു വിട്ടത് എങ്ങനെയാണ്? നിയമസഭയിൽ മത്സരിക്കാൻ അവസരം തരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കിയ UDF എങ്ങാനും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കലഹം ഉണ്ടാകത്തില്ലേ? ഉറപ്പാണ്. ആരൊക്കെയുണ്ട്? രമേശ് ചെന്നിത്തല അടങ്ങിയിരിക്കുമോ? VD സതീശൻ മാറി നിൽക്കുമോ? ഇനി വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാൽ K മുരളീധരന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ കയറി വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ പലരും നിൽക്കുകയല്ലേ കോൺഗ്രസിനകത്ത്. കുഞ്ഞാലിക്കുട്ടീനെ കൂടെ പറയണം. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ. അല്ല, വലിയ കക്ഷി അവരാണെങ്കിലോ? കോൺഗ്രസിന് ജയിച്ചു കയറാൻ വരുന്നത് UDFിലെ വലിയ കക്ഷി മുസ്ലിം ലീഗ് ആണെങ്കിലോ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണ്ട് KC വേണുഗോപാൽ ഇരുന്ന് ചിരിക്കുകയാണ്. അവസാനം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഹൈക്കമാൻഡായിട്ടുള്ള KC വേണുഗോപാല് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ചോദിക്കും, KC വേണുഗോപാലിനെ കൊണ്ടുവന്നിരുത്തിയാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും അല്ലേ, 6 മാസത്തിനകം. അതിന് അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട് മണ്ഡലം വരെ. എനിക്ക് തോന്നുന്നത് ഇരിക്കൂർ മണ്ഡലം എന്തോ ആണത്, അത് കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റാണത്. അവിടെ ഇപ്പൊ നിർത്തിയിരിക്കുന്നതും KC പക്ഷക്കാരനാണ്. അതൊക്കെ അങ്ങോട്ട് രാജിവെപ്പിച്ചിട്ട് അവിടെ പോയി നിന്ന് മത്സരിച്ച് സേഫ് ആക്കും. ഇടയ്ക്കിടയ്ക്ക് KC പറയുന്നുണ്ടല്ലോ, ഈ MP മാരാരും മത്സരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ നോക്കിക്കോ, ഇവർ ഒന്നാന്തര വഴി നടക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് UDFന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല, പിന്നെ ഇനി എപ്പോഴാകാൻ കഴിയുക? 2031 അപ്പോഴത്തേക്ക് ചെന്നിത്തലയ്ക്ക് പ്രായം എത്ര ആകും? എനിക്ക് സംശയം മിക്കവാറും ചെന്നിത്തല കടുങ്കൈ വല്ലതും ചെയ്യുമെന്നൊരു സംശയമുണ്ട്, അല്ലേ?
ഇട്ടെറിഞ്ഞിട്ടെല്ലാം പിന്നെ ഇവിടേക്ക് പോകും, BJP-യിലേക്ക് പോകും. UDF-ന് പരാജയം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൂടെ ആലോചിക്കണം. കനത്ത പരാജയത്തിലേക്കാണ് പോകുന്നത്. LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇതോടുകൂടി ഇല്ലാതാകും. അല്ല സാറേ, ഇപ്പൊ നിലവില് ഇപ്പൊ അൻവറിന് കഴിഞ്ഞ ഏതാണ്ട് 90-98 പ്രതിനിധികൾ LDF-ന്റെ ഇതുണ്ട്. ഇപ്പൊ നിലവില് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാരം വമ്പൻ വികസന പ്രവർത്തനങ്ങൾ പല മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാത് നിയമസഭാ സാമാജികരുടെ ജനസമ്മതിയുടെയും കൂടി ഒരളവുകോലായിട്ട് വരും. അപ്പോൾ ജനസമ്മതിയുള്ള പല MLA-മാരും, പിണറായി വിജയൻ അവിടെ നിൽക്കട്ടെ, ജനസമ്മതി കൊണ്ട് മാത്രം പല MLA-മാരും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 98-ല് ഏതാണ്ട് ഒരു 3-2 പേരും വീണ്ടും തിരിച്ച് നിയമസഭയിൽ തന്നെ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ പിണറായി വിജയൻ സേഫാണ്. അപ്പോൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് UDF വീണ്ടും അധികാരം മോഹിക്കുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ ഈ സിറ്റിംഗ് സീറ്റിൽ ഇവരൊക്കെ തന്നെ മത്സരിക്കട്ടെ ഇത് തീർച്ചപ്പെടുത്തി. എന്തുകൊണ്ടാണ് വേറൊരു പരീക്ഷണത്തിന് മുതിരുന്നില്ല? അതെ, ഉണ്ടോ? യുവ നേതാക്കളെല്ലാം പുറത്താ. ഇപ്പൊ തന്നെ പാലക്കാട് ഇവർ കളിച്ച കളി നോക്ക് അല്ലേ? എന്താണത്? മുസ്ലിം പിന്നെ സമുദായത്തിൽ നിന്ന് ഒരാളെ ഇറക്കിയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു അട്ടിമറി നടത്താമെന്നുള്ള കണക്കുകൂട്ടല്ല. അത് ഒരു പിന്നെ പേയ്മെന്റ് സീറ്റ് ആണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം. BJP-ക്ക് ഗുണം ചെയ്യത്തുള്ളൂ. അത് BJP-ക്ക് ഗുണവും ചെയ്യും. അത് എന്തായാലും അവിടെ പേയ്മെന്റ് സീറ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിന് മുതിരാതെ സിറ്റിംഗ് MLA-മാരെ വെച്ചുകൊണ്ട് പിണറായി അതിനുള്ളൊരവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വേണ്ടപ്പെട്ടവരെ, തനിക്ക് ഇഷ്ടമല്ലാത്തവരെ വെട്ടി അവിടെ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 2021 മുതൽ ഇങ്ങോട്ട് കണ്ടുവരുന്ന കാര്യമാണ്. പിണറായി വിജയന്റെ ഈ ഓരോ നീക്കവും സസൂക്ഷ്മം നമ്മൾ വിലയിരുത്തണം. അത് ചുമ്മാതുള്ള ഒരു കളിയൊന്നുമല്ല. അപാരതന്ത്രശാലിയാണ് അല്ലെ? ഒന്നും കാണാതെ ഒരു കാര്യത്തിലും മുമ്പോട്ട് പോകുന്നില്ല. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒന്ന്, LDF-ന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായി വിജയന് പിന്നെ കസേരയില്ലാതെ ഇനി അങ്ങോട്ട് ഉള്ള ശിഷ്ടകാലം ജീവിക്കാൻ പറ്റില്ല. അതെ, പ്രതിപക്ഷ നേതാവായിട്ടൊന്നും അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കസേരയിലൂടെ തന്നെ മുമ്പോട്ട് പോകാം. CPM എന്ന് പറഞ്ഞ പാർട്ടി പോലും അഡ്രസ്സിലാണ്ടായി പോകും. കാര്യം ബംഗാൾ, ത്രിപുര തീർന്നു, കേരളവും കൂടി തീർന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ? അതിലേക്കാവും. പിന്നെ UDF-ന്റെ പതനമാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകും. ഘടകകക്ഷികൾ, പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം ലീഗാണ്, ബാക്കിയെല്ലാം ഈ ഒറ്റയാൾ പട്ടാളങ്ങളാണ്. അതെ, പിന്നെ ആരും ഇല്ലാത്തതും ജോസഫ്, RSP, പിന്നെ CMB, ഫോർവേഡ് ബ്ലോക്ക്. ആകെ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദേവരാജനെ മാത്രമുണ്ട് അറിയാവുന്നത്, വേറെ ആരുമില്ല. ഇപ്പൊ LDF-ലും ഇല്ല ഇതുപോലെ. ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജു, തീർന്നില്ല, ആ കഥ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോൺഗ്രസ് കടന്നപ്പള്ളി ഇത്തവണ മത്സരിക്കുന്നില്ല, വീണ്ടും മത്സരിക്കുക. അതാണ് ഇതെന്തിനാണ് കുഞ്ഞുമോൻ കോവൂരിനെ എന്നാല് പിന്നെ പിണറായി അങ്ങ് ചേർത്ത് നിർത്തിയിട്ടുമില്ല, പുറത്ത് നിർത്തിയിട്ടുമില്ല. ഈ ഒരവസ്ഥയിലാണ് കോവൂർ കുഞ്ഞുമോൻ. എത്ര തവണയായിട്ട് ജയിച്ചു വരിക, മന്ത്രിയാക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല അദ്ദേഹം. അതാണ് റാന്നി MLA രാജു അബ്രഹാമിനോടും അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വളരെ, കടന്നപ്പള്ളിയൊക്കെ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കടന്നപ്പള്ളിയൊക്കെ വീണ്ടും അവിടെ നിന്ന് ജയിച്ചു വരുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ശശീന്ദ്രൻ നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാ വീഡിയോകളിലും പറഞ്ഞു അനാരോഗ്യം കാരണം ശശീന്ദ്രനും കടന്നപ്പള്ളിയും ശിവൻകുട്ടിയും ഒക്കെ മാറി നിൽക്കുമെന്ന്. ശിവൻകുട്ടിയും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പൊ ജനവിനി അത് നോക്കും. പ്രത്യേകിച്ച് പിന്നെ യൂത്ത് അവർ കാണുന്നത് വേറൊരു തലത്തിലുള്ള ഒരു വലിയ വൈബായിട്ട് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ എന്തായാലും UDF-ന്റെ വിജയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കുറേ വീഡിയോ ചെയ്യേണ്ടി വരും. കോൺഗ്രസിനകത്തെ അടി അതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അത് കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ. ആരെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മുഴുവൻ അവതാരങ്ങളായിരിക്കും. 2016 പിണറായി വിജയൻ വരുമ്പോൾ പറഞ്ഞു ഇനി ഇവിടെ ഒരവതാരവും ഉണ്ടാകില്ല. പിണറായി വിജയന്റെ കാലത്തും പല അവതാരങ്ങളും നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവതാരങ്ങളുടെ മേളമായിരുന്നു. കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂടെയോ ഇവിടുത്തെ റെസ്റ്റ് ഹൗസോ ഗസ്റ്റ് ഹൗസോ ഒന്നും അടുക്കാൻ പറ്റത്തില്ല. മലബാർ എക്സ്പ്രസിൽ മുഴുവൻ പിന്നെ ബുക്കിംഗ് ആയി കതർധാരികളായിരിക്കും. കുറെ കാലം 5 വർഷത്തേക്ക്
സീറ്റ് ഫുള്ളായി ആയിട്ടായിരിക്കും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോകുന്നത്. തിരുവനന്തപുരം മുഴുവൻ ഈ പൊങ്ങന്മാരെ കൊണ്ട് നിറയും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.